മോനെ, എത്രയായാലും നിന്റെ അച്ഛനല്ലേ, ഇങ്ങനെ കടുത്ത വാക്കുകളൊന്നും പറയരുത്. പറയും. ജീവിതത്തില് ഒറ്റപ്പെട്ടു പോയ എന്റെ അമ്മയുടെ കണ്ണീര് കണ്ട് വളർന്നവനെ ഞാൻ. പറയുക മാത്രമല്ല, ഇനി എന്റെ വീട്ടിലേക്ക് കയറി വന്നാ ഗതികെട്ട് വല്ലതും പ്രവർത്തിച്ചു പോകും ഞാൻ. അതിന് ഞാൻ മോന്റെ വീട്ടിൽ കയറിയില്ലല്ലോ, പുറത്തല്ലേ നിൽക്കുന്നത്. ഇവിടെ നിൽക്കാൻ പോലും എനിക്ക് അവകാശമില്ലേ? നിന്ന് ന്യായം പറയാതെ എന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ അച്ഛനെ തല്ലി എന്നുള്ള പേര് ദോഷം കൊണ്ടുണ്ടാവും എനിക്ക്. അഭി നിർത്ത. മതി പറഞ്ഞത്. മക്കളുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടാതെ ഒന്ന് പൊയ്ക്കൂടെ നിങ്ങൾക്ക്? സ്വൈരം കെടുത്താനായിട്ട് വന്നോളൂ. നിന്റെ ഈ ദേഷ്യം കാണുമ്പോ എനിക്ക് നിന്നോടുള്ള വാത്സല്യം കൂടുന്നതേ ഉള്ളൂ. അതിനെയും കൂടിക്കൊണ്ടേയിരിക്കും. കൃഷ്ണ, നിക്ക്, ഞാനും വരാം. വന്നേച്ചാ മതി. അപ്പൊ എല്ലാം നിശ്ചയിച്ച പോലെ തന്നെ മാർച്ച് 5. കേട്ടോ മോനെ, മാർച്ച് 5 നിശ്ചയിച്ച തീയതി, മറക്കണ്ട. പോട്ടെ മോളെ. അനിയത്തിമാരുടെ കണ്ണു വെട്ടിച്ച് ഇതെടുക്കാൻ കുറച്ച് പാടുപെട്ടു. അവരേതൊന്നും അറിയിച്ചിട്ടില്ല. പെട്ടെന്നവരെ മുമ്പിൽ കണ്ടപ്പോൾ പരിഭ്രമിച്ചു പോയി. മാർച്ച് 5 വാർഷിക യോഗമാണ്. അന്നത്തെ കമ്മിറ്റിക്ക് മുമ്പ് ഒപ്പിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ കഴിയണം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല. അഭിമന്യു ഒന്ന് ശ്രമിച്ചു നോക്ക്. ഈ മാർച്ച് 5 ലോണിന്റെ ഡേറ്റിന്റെ കാര്യം ചന്ദ്രൻ നിങ്ങൾ എങ്ങനെ അറിഞ്ഞ്? അമൃത പറഞ്ഞിട്ടുണ്ടാവോ? അച്ഛനെ ഇത്രയ്ക്ക് അപമാനിക്കണ്ടായിരുന്നു. ഏട്ടൻ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി. അച്ഛൻ ഒരുപാട് സങ്കടം ഉണ്ടായിട്ടുണ്ടാവും. അച്ഛൻ സങ്കടപ്പെടുന്നതിലാ നിനക്ക് വിഷമോ അല്ലേ? ഇത്രയും കാലം നമ്മളെ കണ്ണീര് കുടിപ്പിച്ച ആ മനുഷ്യനോട് നിനക്ക് എപ്പോഴാ സഹതാപം തുടങ്ങിയത്? എന്നാലും അച്ഛനല്ലേ, ആ മുഖത്ത് നോക്കി അങ്ങനെയൊന്നും പറയരുതായിരുന്നു. ഇനി അതും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്താൻ നോക്കരുത്. നല്ലൊരു കാര്യം തീരുമാനിച്ച ദിവസമാ. ഇന്ന് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. ചന്ദ്രനങ്ങൾ വന്ന് നിങ്ങളോടെല്ലാം പറഞ്ഞല്ലേ? പിന്നെ പറയാതെ. ഞങ്ങൾ അറിയാതെയാണ് ഇതൊക്കെ നടത്തേണ്ടത്. അങ്ങനെയാണോ നീ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? ഞാനൊന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്ത് കാര്യത്തിനും എപ്പോഴും ഓരോ തടസ്സങ്ങളല്ലേ. അതുകൊണ്ട് ആരെ അറിയിക്കേണ്ടെന്ന് അമൃത തന്നെ പറഞ്ഞത്. എന്നിട്ട് അവള് എന്നെ എല്ലാവരുടെ പറയുകയും ചെയ്തു. ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് എന്താ കുഴപ്പം? രഹസ്യമാക്കാനായിരുന്നു പ്ലാൻ. ഇനിയിപ്പോ എന്ത് രഹസ്യ? മാർച്ച് 5 കിട്ടിയല്ലേ പറ്റൂ. കെട്ടിയല്ലേ പറ്റൂന്നല്ലേ അവൻ പറഞ്ഞിട്ട് പോയത് എന്ന് തോന്നുന്നു. അതെന്താ അവൻ അങ്ങനെ പറഞ്ഞത്? ഒരു ഇഷ്ടക്കുറവ് പോലെ. ആരെ അറിയിക്കാതെ രഹസ്യമായി എൻഗേജ്മെന്റ് നടത്താനായിരുന്നു ഉദ്ദേശം. എനിക്കറിയില്ല ഏട്ടന്റെ മനസ്സിൽ എന്താണെന്ന്. എന്തായാലും എൻഗേജ്മെന്റും കല്യാണമൊക്കെ തീയതി സഹിതം അമൃതേച്ചിയുടെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമ്മൾ അമ്പലത്തിൽ വെച്ച് നടത്താന്നല്ലേ തീരുമാനിച്ചേ. ഇപ്പൊ പഞ്ചരത്നത്തിലേക്ക് മാറ്റിയില്ലേ. അപ്പൊ ബന്ധുക്കളെയൊക്കെ ക്ഷണിച്ച അമൃതേച്ചിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് ചെലവാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ബന്ധുക്കളാണോ അമ്മ അനിയത്തിയും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഖിലേച്ചി, ചേച്ചി എന്താ എല്ലാവരോടും മാറി മിണ്ടാതിരിക്കുന്നത്? ഞാൻ മിണ്ടലൊക്കെ നിർത്തി. നീ ഇങ്ങനെ നിറമാറുന്ന ഞാൻ കരുതിയോ? ഞാൻ എന്താ ചെയ്തു? പിണങ്ങിപ്പോയത് നീ, പിന്നെ ചെന്നിണങ്ങിയതും നീ.
കൂടെ നിന്ന ഞാൻ മാത്രം പുറത്ത്. ചേച്ചി എങ്ങനെ പുറത്താവും? ഞാൻ കൂടെയില്ലേ? എന്ത് കാര്യത്തിനും ചേച്ചിയുടെ കൂടെയല്ലേ ഞാൻ നിന്നിട്ടുള്ളൂ. എല്ലാ കാര്യത്തിനും നിന്നിട്ടുണ്ടാവും, പക്ഷെ ഈ കാര്യത്തിലില്ല. വന്നു കയറിയിട്ട് അമൃതേച്ചി കണ്ടത് മുതൽ നിന്റെ സ്വഭാവം മാറിയില്ലേ? എന്തൊരു സ്നേഹപ്രകടനമായിരുന്നു, സഹിക്കാൻ പറ്റാത്ത സ്നേഹം. അതൊക്കെ അഖിലേച്ചിക്ക് തോന്നുന്നതാ. എന്റെ സ്നേഹം പ്രകടനം മാത്രമായിരുന്നു. അല്ലാതെ അമൃതേച്ചി പറയുന്നത് മുഴുവൻ അംഗീകരിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. കാലി പിടിച്ചാണല്ലോ സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ ഞാനല്ലേ ഒറ്റപ്പെട്ടു പോയത്? ചേച്ചി ഒറ്റപ്പെട്ടു പോയിട്ടൊന്നുമില്ല. ഞാൻ എപ്പോഴും അഖിലേച്ചിയുടെ കൂടെ തന്നെയുണ്ട്. അമൃതേച്ചിയുടെ കാല് പിടിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. അനഖേച്ചി ആരാധ്യമൊക്കെ മാപ്പും ക്ഷമയും പറയുമ്പോഴും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പറയേയില്ല. അഖിലേച്ചി ശ്രദ്ധിച്ചില്ലേ? ഞാൻ നാളെ തന്നെ പോവാന്ന് പറഞ്ഞിട്ടും വേണ്ടാന്നൊരു വാക്ക് പോലും അമൃതേച്ചി പറഞ്ഞില്ല. ഉള്ളത് പറയാലോ മക്കളെ, ഈ കാര്യത്തിൽ അമൃതയെ കുറ്റം പറയാൻ പറ്റില്ല. മോൾ എത്രയും വേഗം ജോലിയിൽ കയറേണ്ട ആവശ്യം അമൃതക്ക. ഹോട്ടലിൽ നിന്നുള്ള വരുമാനവും അനഘയുടെ ശമ്പളവും കഴിഞ്ഞ വേറെ നീക്കുവരവൊന്നും ഇവിടെ ഇല്ലല്ലോ. ആതിരക്ക് കൂടി ജോലി കിട്ടിയ ആ കാശുകൂടി ആവുമല്ലോ. അതുകൊണ്ടാ ഇവിടെ നിർത്താതെ ആതിര മോളെ നിർബന്ധമായും പറഞ്ഞയക്കുന്നത്. എന്റെ ശമ്പളം പഞ്ചരത്നത്തിൽ കൊണ്ടുവന്ന് ചെലവാക്കാനൊന്നും പോകുന്നില്ല. എന്റെ കാശ് എന്റെ കയ്യിൽ തന്നെ ഇരിക്കും. ശരിക്കും പറഞ്ഞ അതാണ് വേണ്ടത്. അവനവന്റെ കൈ അവനവന്റെ തലക്ക് തന്നെ ഇരിക്കണം. ഞാൻ ആലോചിക്കുമ്പോ അഖില മോളുടെ കാര്യം മാത്രാണ് റിസ്ക്. എല്ലാവർക്കും അതിനുള്ള വരുമാനം മാർഗങ്ങളും ഉണ്ട്. അതിലെ കൊച്ചിന് മാത്രം അമൃത കൊടുക്കുന്ന നക്കാപ്പീച്ച മാത്രാണ് ആകെയുള്ള വരുമാനം. എനിക്കങ്ങനെ ആരുടെ ഔദാര്യമൊന്നും ആവശ്യമില്ല. പഞ്ചരത്നത്തിന്റെ ക്യാഷ് ടേബിളിൽ ഇരിക്കുന്നത് ഞാനാ. എത്ര ക്യാഷ് വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് എനിക്കറിയാം. എത്ര ലാഭം ഉണ്ടായാലും അതിൽ 5-1 അവകാശം എനിക്കാ. അതൊക്കെ കണക്കിൽ കാണിക്കുന്നതല്ലേ മോളെ, അല്ലാതെ കാശായിട്ട് മോളെ കയ്യിൽ ഒന്നും കിട്ടുന്നില്ലല്ലോ. ഈ ജന്മം ഇങ്ങനെ കണക്ക് കൂട്ടി അങ്ങ് തീരും. ആതിരക്ക് ജോലി കിട്ടുമ്പോ എന്തെങ്കിലും സൗജന്യം പോലെ തന്നാലായി. എനിക്കെങ്ങനെ ആരുടെയും കാശ് വേണ്ട. ആരുടെ മുന്നിലും കൈനീട്ടി നിക്കത്തില്ല ഞാൻ. അവകാശം ചോദിച്ചു വാങ്ങാനേ എനിക്കറിയാം. ഒരുപാട് ക്ഷമിച്ചു. ഇനി എപ്പോഴെങ്കിലും ഞാനങ്ങ് പൊട്ടിത്തെറിച്ച എന്നെ ആർക്കും പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. ഞാനൊന്നും പണയപ്പെടുത്തിയിട്ടില്ല, ആരോടും കാശ് വാങ്ങിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ അമൃത ഈ ദിവ്യപ്രഭയെ നേരിട്ട് ചെന്ന് കാണ്. ഈ ഫിനാൻഷ്യൽ ഇയറിലെ അവസാനത്തെ കമ്മിറ്റി മാർച്ച് 5-നാണ്. അതുവരെ ഞാൻ സമയം തരാം. അമൃതേച്ചി ഇവിടെ ഇരിക്കുകയാണോ? എന്താ അങ്ങോട്ടൊന്നും വരാത്ത? അവിടെ അച്ഛനും കൃഷ്ണേട്ടനും ഒക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ ഭയങ്കര ഹാപ്പി മൂഡിലാ. നീ അങ്ങോട്ട് ചെല്ല, ഞാൻ കുറച്ചേരൂടെ ഒറ്റയ്ക്കിരിക്കട്ടെ. വെയിലത്ത് നടന്നു വന്നോണ്ടാവും നല്ല തലവേദന. എങ്കിൽ കുറച്ചിന് റെസ്റ്റ് എടുക്ക്. ഞാനായിട്ട് ശല്യപ്പെടുത്തുന്നില്ല. അമൃതേച്ചി, ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? അമൃതേച്ചി പുറത്തു പോയിട്ട് വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, ആകെപ്പാടൊരു ടെൻഷനാ ചേച്ചിയുടെ മുഖത്ത്. ടെൻഷനൊന്നും ഇല്ല മോളെ, ഞാൻ പറഞ്ഞില്ലേ നല്ല തലവേദന. അമൃതേച്ചിയുടെ മുഖം കാണുമ്പോൾ ഈ മനസ്സും വായിക്കാൻ പറ്റും എനിക്ക്. വേറെ ആരോടും കള്ളം പറയാം, പക്ഷെ എന്നോട് പറയരുത്. എനിക്ക് മനസ്സിലാവും. നീ എന്തൊക്കെയാ പറയുന്നേ? പറയാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല, പക്ഷെ എനിക്കറിയാം ചേച്ചിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ഞാൻ പോട്ടെ.
അനക്കേ, നാളെ മാമന്റെ വീട് വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക ഞാൻ. എന്തിന്? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ നിശ്ചയം കഴിഞ്ഞിട്ട് അവിടെ ഒന്നും പോയില്ലല്ലോ. അവരൊക്കെ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? അല്ല, നിശ്ചയത്തിന്റെ തിരക്കൊക്കെ ആയിട്ട് മുഴുവൻ സമയം ഞാൻ ഇവിടെ ആയിരുന്നല്ലോ. അത് കഴിഞ്ഞ് ഞാനൊന്ന് പോയി കാണാതിരിക്കുന്നത് ശരിയാണോ? നമ്മുടെ മാമനും മാമിയല്ലേ. എങ്കിൽ ചേച്ചി അച്ഛനെയും കൂട്ടിപ്പോ. അത് വേണ്ട, അച്ഛനിവിടെ 100 കൂട്ടം തിരക്കാ. അതിനിടയിൽ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തുന്നത് ശരിയല്ല. എന്തായാലും നാളെ ഞാൻ അവിടം വരെ ഒന്ന് പോവാം. എന്തിനാ അമൃതേച്ചി അവിടെ പോകുന്നേ? വെറുതെ വിശേഷമൊക്കെ ഒന്ന് തിരക്കാമല്ലോ. കല്യാണമല്ലേ വരുന്നേ. എങ്കിൽ ഞാനും കൂടി വരാം. അത് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. നാളെ നിനക്ക് ക്ലാസ് ഉള്ളതല്ലേ. കൊള്ളാം, അമൃതേച്ചിയുടെ തനി സ്വഭാവം പുറത്തു വന്നു. അവിടെ പോകുമ്പോഴെങ്കിലും എന്നെയും കൂടെ കൂട്ടിയാലെന്താ? നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ. കല്യാണ നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിന് മുമ്പ് കല്യാണ പെണ്ണ് കല്യാണ ചെക്കന്റെ വീട്ടിൽ കയറി ചെല്ലുന്നത് ശരിയാണോ? കല്യാണം കഴിഞ്ഞാ പിന്നെ നീ അവിടെ തന്നെയല്ലേ. അതുവരെ എന്റെ മോളൊന്ന് ക്ഷമിക്കേ. മാമന്റെ അടുത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് വരാം. ചേച്ചി പോകുന്നതേ മാമനെയും മാമിയും കാണാനാ. നീ പോകുന്നത് ആകാശേട്ടനെ കാണാനല്ലേ. ആകാശേട്ടനെ കാണാൻ കൊതിയാണെങ്കിൽ വേറെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഹോട്ടലിൽ വെച്ചോ PSC ക്ലാസ്സിന് പോകുന്ന വഴിക്കോ ഒക്കെ കാണാലോ. അമൃതേച്ചി ഒട്ടും പ്രതീക്ഷിക്കാനുള്ള വരവാണല്ലോ. വാ. ചായ. അമൃത മോളോ? മോളെ കുറിച്ച് ഞാനിപ്പോ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ. അല്ല, മോളിരിക്കുമോ? കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി? ഉരുപ്പടികളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? അമ്പിയെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. അതിന് ഞാൻ മോളിപ്പോ ഇങ്ങോട്ട് കയറി വന്നല്ലേ ഉള്ളൂ. വെറുതെ ഒന്നും ചോദിക്കരുത്. അല്ല, അമൃതേച്ചിയുടെ മുഖത്തെന്തൊരു വിഷമം പോലെ നന്നായിട്ടൊന്നും ചിരിക്കുന്ന പോലുമില്ലല്ലോ. അല്ല, എന്താ മോളെ, എന്തു പറ്റി? ഒന്നുമില്ല മാമ, എനിക്ക് അത്യാവശ്യമായിട്ട് ദിവ്യപ്രഭയൊന്ന് കാണണം. എന്താ കാര്യം? എനിക്ക് ദിവ്യപ്രഭയോടൊന്ന് സംസാരിക്കണം. എന്താ മോളെ? അല്ല, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നല്ലോ. ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനാ ഞാനിപ്പോ വന്നത്. മാമി അവളെ ഒന്ന് വിളിക്കാവോ? വിളിക്കാതെ പിന്നെ? ആദ്യമേ മോൾ സമാധാനമായിട്ടൊന്ന് ഇരിക്കും. എനിക്ക് പെട്ടെന്ന് തന്നെ പോണം മാമ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അമ്പികെ, നീ മോക്കൊരു ചായ എടുത്തേ. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ദിവ്യ കാണാനാ മോള് വന്നതേ. നീ എവിടെയും വിളിച്ചേ? ദിവ്യ, ഒരു മാരണം വന്ന് കയറിയിട്ടുണ്ട്. നിന്നെ അന്വേഷിച്ച ആരാ? ആ അമൃത വന്നിട്ടുണ്ട്. നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. എന്തോ കുഴപ്പമുണ്ട്. അവളുടെ വരവത്ര പന്തിയല്ല. അവള് വന്നിട്ട് എന്ത് കുഴപ്പമുണ്ടാക്കാന്? എനിക്ക് അവളോടൊന്നും സംസാരിക്കാനില്ല. ബാങ്കിൽ കൊടുത്ത ഡോക്യുമെന്റിനെ കുറിച്ച് ചോദിക്കാനായിരിക്കും അവള് വന്നിരിക്കുന്നത്. വ്യാജരേഖകളാണെന്ന് അവൾ മനസ്സിലാക്കി കാണും. വ്യാജമാണെന്ന് ആര് പറഞ്ഞു? എല്ലാം ഒറിജിനലാണെന്ന് ഞാനങ്ങ് പറഞ്ഞ അവൾ എന്ത് ചെയ്യാന്? അവളത് നിഷേധിക്കും. പച്ചക്കള്ളമാണെന്ന് വിളിച്ച് പറയുകയും ചെയ്യും. അങ്ങനെ വെറുതെ പറഞ്ഞ ആര് വിശ്വസിക്കാന്? അവൾ ഒപ്പിട്ട ഡോക്യുമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ ഞാൻ പറയുന്നതാ സത്യം. ആധാരം പണയം വെച്ച് അവൾ എന്നിൽ നിന്നും 2 കോടി രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അതല്ലല്ലോ സത്യം.
അതാണ് സത്യം. ഞാൻ അതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇടയ്ക്ക് കയറി സുമേഷ് വെട്ടിത്തരൊന്നും എഴുന്നള്ളിപ്പിക്കാതിരുന്ന മതി. ഓഹ്, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇത്രയും വലിയ ചതി ചെയ്തിട്ട് എനിക്ക് അവളെ ഫേസ് ചെയ്യാനൊരു മടി. പഴയ ഇഷ്ടം തീർത്തങ്ങ് പോയിട്ടില്ല സുമേഷിന്, അല്ലേ? അതുകൊണ്ടൊന്നും അല്ലടി. അച്ഛൻ്റെ അമ്മയുടെ ആകാശിന്റെ മുമ്പിലൊക്കെ വെച്ച് പറയുമ്പോൾ പ്രതികരിക്കണ്ടേ? ഒന്നാതെ അച്ഛനും ആകാശിനും ആ അമൃതയോട് ഒരു സോഫ്റ്റ് കോർണറുണ്ട്. ആർക്ക് അവളോട് ഇഷ്ടമുണ്ടെങ്കിലും ഞാൻ അത് വില വെക്കുന്നില്ല. അവള് വരുമെന്ന് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചതാ. വന്ന് കയറുമ്പോൾ എന്ത് പറയണമെന്നും ഞാൻ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഈ സിറ്റുവേഷനൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി കണ്ടോ? എന്നാ നീ ചെന്ന് അവളോട് സംസാരിക്കും. എന്തായാലും ചെന്ന് കാണാതെ പറ്റില്ല. കണ്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും. എനിക്കവളുടെ മുഖം കാണുമ്പോൾ ചൊറിഞ്ഞു വരും. ഇറങ്ങി ചെന്നില്ലെങ്കിൽ അച്ഛൻ എന്ത് വിചാരിക്കും? നമ്മളെന്തോ കള്ളത്തരം കാണിച്ചെന്ന് വിചാരിക്കില്ലേ? അങ്ങനെ വിശ്വസിക്കാൻ പാകത്തിന് അവളൊന്നും പറയില്ല സുമേഷേ. പിന്നെ അവള് ബാങ്കിൽ നിന്ന് ലോൺ ചോദിച്ച കാര്യം എല്ലാവരും അറിയും. അതറിയിക്കാൻ അവള് ഒരിക്കലും ശ്രമിക്കില്ല. അപ്പൊ പിന്നെ ധൈര്യമായില്ലേ? നീ വാ. അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് ധൈര്യക്കുറവ്? സുമേഷ് പുറത്തേക്ക് ചെല്ല്, ഞാൻ വന്നോളാം. വരാതിരിക്കരുത്. വരില്ലേ? ഞാനെന്തിനാ അവളെ പേടിച്ചതിനകത്ത് ഒളിച്ചിരിക്കുന്നേ? സുമേഷ് ചെല്ല്. അവളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയട്ടെ. ഞാൻ പിന്നാലെ വന്നോളാം. മോളുടെ എൻഗേജ്മെൻറ്റോട് ഉടനെ നടത്തേണ്ടതായിരുന്നു. അതിനി വൈകിക്കരുത്. മാമൻ അഭിമന്യു ചെന്ന് കാണട്ടെ. തൽക്കാലം അനിയത്തിമാരുടെ കല്യാണം നടക്കട്ടെ, പിന്നെ എന്താ വേണ്ടെന്ന് ആലോചിക്കാം. ഇപ്പൊ ഞാൻ അവരുടെ കല്യാണം നടത്താനുള്ള ഓട്ടപ്രദർശനത്തിലാ. മോളെ, ഒരുപാട് ഒരുക്കങ്ങളൊന്നും വേണ്ട. ആർഭാടത്തിന് കൂടുതൽ കാശിലാക്കരുത്. പൊന്നും പണ്ടൊക്കെ ഉള്ളത് രണ്ടുപേർ കൂട്ടാൻ കൊടുത്താൽ മതി. അപ്പോ അമൃതേശിക്കോ? അത് പിന്നത്തെ കാര്യമല്ലേ. അവര് രണ്ടുപേരെയും സന്തോഷത്തോടെ മണ്ഡപത്തിൽ ഇറക്കണം. എനിക്ക് അത് മാത്രമേ ഉള്ളൂ വിചാരം. ആകെ ഉള്ളത് 60 പവനല്ലേ? അത് രണ്ടുപേർക്കും കൂടി കൊടുത്താൽ എന്ത് കിട്ടാനാ? 30 പവൻ കിട്ടത്തില്ലേ? അതുപോലെ. അതെ, എനിക്കൊന്നും വേണമെന്നില്ല. സ്വർണത്തോടൊന്നും എനിക്ക് താല്പര്യമില്ല. നിനക്ക് താല്പര്യം ഉണ്ടാവില്ല. കാശിന്റെ വിലയൊന്നും നിനക്ക് അറിയില്ലല്ലോ. ആ 60 പവനും അഖിലേക്ക് കൊടുത്തു വിടുമെന്നാ ഞാൻ വിചാരിച്ചത്. ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ വിചാരിക്കാത്ത ഒന്നും നീ വിചാരിക്കണ്ട. ആ, നീയോട് പറഞ്ഞില്ലടാ? പറഞ്ഞു. പിന്നെ എന്താണ് അത്ര വരാൻ താമസം? എത്ര നേരമായി മോളോട് ഒന്ന് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? കാണാൻ വന്നത് VIP ഒന്നും അല്ലല്ലോ. കുറച്ച് കാത്തിരുന്ന എന്താ കുഴപ്പം? എത്ര നേരം വേണമെങ്കിലും കാത്തിരിക്കാം. എനിക്ക് നിന്നോടൊന്ന് സംസാരിച്ചാൽ മതി. സംസാരിച്ചു. എന്താ കാര്യം? നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അകത്തിരുന്ന് സംസാരിച്ചാ മതി. എല്ലാവരും കേൾക്കേ പറയാനുള്ളത് പറഞ്ഞാ മതി. എനിക്ക് പേഴ്സണലായിട്ടൊന്ന് സംസാരിക്കണം. അതെന്തിനാ? ദേ, ഇവിടെ ആരും ആരോടും ഒന്നും മറച്ചു വെക്കാറില്ല. അതെ, എന്നോട് ദിവ്യ ഇതുവരെ ഒരു കാര്യവും പറയാതിരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ദിവ്യപ്രഭയോട് മാത്രമായിട്ടാ സംസാരിക്കാനുള്ളത്. പരസ്യമായിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് നിന്നെ തന്നെ ബാധിക്കുള്ളൂ. പിന്നെ സംഭവിക്കുന്നതിനൊക്കെ നീ മാത്രമായിരിക്കും ഉത്തരവാദി. ഞാൻ പുറത്തുണ്ടാവും. 2 മിനിറ്റിനകം നീ വരണം. ഇതെന്തോ കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണല്ലോ. എന്തെങ്കിലും ആവട്ടെ, പറയാനുള്ളത് കേൾക്കണം. അതാ എൻ്റെ മര്യാദ. നീ ചെല്ലു ദിവ്യേ. ആർക്കും ദോഷം വരുത്തുന്ന കാര്യങ്ങളൊന്നും അമൃത മോള് പറയത്തില്ല. അച്ഛാ, അമൃതേശ്വരം മുഖഭാവം കണ്ടിട്ട് എന്തോ അത്യാവശ്യ കാര്യമാണ് പറയാനുള്ളത്. നിനക്കെന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ
ഇപ്പൊ ചോദിച്ചോ, ഇനിയൊരു അവസരം നിനക്ക് തരില്ല. നിന്റെ മുഖത്തോട്ട് നോക്കുന്നത് പോലെ എനിക്ക് വെറുപ്പാ. ഞാനും നിന്റെ മുഖം കാണാൻ വന്നതല്ല. എനിക്കറിയണം നീ എന്തിനാ എന്നെ ചതിച്ചതെന്ന്. മനസ്സിലായില്ല? ഞാൻ എപ്പോഴാ ദിവ്യേ ആധാരം പണയപ്പെടുത്തിയത്? നീ എപ്പോഴാ എനിക്ക് 2 കോടി രൂപ തന്നത്? നീ പെട്ടെന്ന് ഡേറ്റിങ് മറന്നുപോയോ? ഇങ്ങനൊരു മറവിക്കാരി. 2025 ജനുവരി 16 തീയതി രാവിലെ 10:15 നീ എനിക്ക് ആധാരം പണയപ്പെടുത്തുന്നതും നിനക്ക് ഞാൻ ബൈ ക്യാഷായിട്ട് 2 കോടി ഇന്ത്യൻ രൂപ തരുന്നതും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.